സ്ഥാനാർത്ഥി നിർണയത്തിൽ തഴഞ്ഞതിലെ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ രംഗത്തെത്തി. തന്റെ പേര് ലിസ്റ്റിൽ നിന്ന് അവസാന നിമിഷം മാറ്റുകയായിരുന്നുവെന്നാണ് ജോസഫ് വാഴക്കൻ പറഞ്ഞത്. പെരുമ്പാവൂരിൽ സീറ്റ് ലഭിക്കാത്ത എൽദോസ് കുന്നപ്പിള്ളിലും അതൃപ്തിയിലാണ്. ഇതിനിടെ കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിനായി വോട്ട് അഭ്യർത്ഥിച്ച് ദീപ്തി മേരി വർഗീസ് രംഗത്തെത്തിയത് നേതൃത്വത്തിന് ആശ്വാസമായി. കോട്ടയം ഏറ്റുമാനൂർ മണ്ഡലത്തിലായിരുന്നു ജോസഫ് വാഴക്കനെ പരിഗണിച്ചിരുന്നത്. പ്രചാരണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിയെങ്കിലും അവസാന നിമിഷം തന്നെ ഒഴിവാക്കിയെന്ന ജോസഫ് വാഴക്കന്റെ പ്രതികരണം. അതൃപ്തി ജോസഫ് വാഴക്കൻ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. KPCC നേതൃത്വമാണ് എൻ്റെ അടുത്ത് ഏറ്റുമാനൂര് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഞാൻ വേറെ സീറ്റുകളൊക്കെ ആയിരുന്നു, എൻ്റെ മൂവാറ്റുപുഴ ഇടുക്കി മേഖലയിലൊക്കെ ആയിരുന്നു ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒറ്റപ്പേരായിരുന്നതുകൊണ്ട് നമ്മളൊരു പ്രതീക്ഷ വെച്ച് കൂടുതൽ വെച്ച് പോയെന്നുണ്ട്. അപ്പം നമ്മൾ പോസ്റ്റർ അടിക്കുകയും ബോർഡ് അടിക്കുകയും ഒക്കെ ചെയ്ത്, കാരണം സമയമില്ലാത്തതുകൊണ്ടാണ്. ഇതിനിടെ പെരുമ്പാവൂരിൽ സീറ്റ് ലഭിക്കാത്തതിൽ ഇടഞ്ഞു നിൽക്കുന്ന സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പിള്ളിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം UDF നേതൃത്വം നടത്തുന്നുണ്ട്. ഫ്രാൻസിസ് ജോർജ് MP മൂവാറ്റുപുഴയിലെ വീട്ടിലെത്തിയെങ്കിലും എൽദോസ് ഉണ്ടായിരുന്നില്ല. എൽദോസ് പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന് കരുതുന്നതായി UDF സ്ഥാനാർത്ഥി മനോജ് മൂത്തേടൻ. എൽദോസ് കുന്നപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്താൻ പോകുന്നത്. സ്വാഭാവികമായ ഒരു കൺഫ്യൂഷൻ ഉണ്ടായ സമയത്തുള്ളൊരു വിഷമവും കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ ഉണ്ടായത്. അല്ലാതെ അതിനകത്തൊരു നേതൃത്വത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ MLA വേറൊരു തരത്തിലൊന്നും ചിന്തിച്ചിട്ടില്ല. അതേസമയം കൊച്ചി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച ദീപ്തി മേരി വർഗീസ് ഇതുവരെയും പരസ്യപ്രതികരണത്തിന് തയ്യാറായില്ല. എന്നാൽ UDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസിന് വോട്ട് അഭ്യർത്ഥിച്ച ഫേസ്ബുക്കിൽ ദീപ്തി മേരി വർഗീസ് പോസ്റ്റ് ഇട്ടു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.